ആർക്കാണ് യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ഉള്ളത്? നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാലോ. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ആർക്കാണ്? പ്രേക്ഷകർ തീരുമാനിക്കുക. ഞാനൊന്ന് ചരിത്രം പറഞ്ഞു വരാം. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ നിർണായകമായ നീക്കങ്ങൾ നടന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വന്നാൽ വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന് നോക്കൂ. നമുക്ക് കെ കരുണാകരൻ്റെ കാലം മുതൽ തുടങ്ങണം. എന്നാണ് 91-96 കാലഘട്ടം. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം. എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രി. എന്താണ്? വിഴിഞ്ഞത്ത് ചരക്കിറക്കാനുള്ള ശ്രമം നടക്കുന്നു. ചരക്കെത്തി. ഒരു പത്തേമാരിയിലായിരുന്നു ചരക്ക്. ഇന്നത്തെ പോലെ വലിയ മദർഷിപ്പൊന്നും ആയിരുന്നില്ല. ഗുജറാത്ത് തീരത്ത് നിന്നും എത്തിയ ഒരു പത്തേമാരി. അത് അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരനാണ് ഈ പത്തേമാരി സ്വീകരിക്കുന്നത്. അന്നും സ്വാഭാവികമായ ആഴം 24 മീറ്ററുണ്ട് കടൽ തീരത്ത് നിന്നും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ പത്തേമാരി കൊണ്ടുവരാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് വലിയതുറയിലെ ഡിക്രൂസ് എന്ന് പറയുന്ന ഒരു വ്യാപാരി കൂടിയാണ്. എന്തായാലും പത്തേമാരി എത്തുന്നു. മുഖ്യമന്ത്രി കെ കരുണാകരൻ പോയി സ്വീകരിക്കുന്നു. എം വി രാഘവൻ തുറമുഖത്തുണ്ട്. എം വി രാഘവൻ ഒരു മെമ്മോറാണ്ടം അവിടെ ഒപ്പിടുന്നു. പക്ഷേ അപ്പോഴൊന്നും പാരിസ്ഥിതിക ക്ലിയറൻസോ ഇതിന് വലിയ രീതിയിൽ ഇതേപോലെ ഒരു വലിയ തുറമുഖമായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. 1995 കുമാർ ഗ്രൂപ്പുമായി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ചാരക്കേസ് വന്നതിനെ തുടർന്ന് കെ കരുണാകരൻ്റെ സർക്കാർ പോവുകയും അതിനുശേഷം നയനാ സർക്കാർ വരികയും ചെയ്യുന്നു. നയനാ സർക്കാരിൻ്റെ കാലത്ത് ഷൺമുഖദാസാണ് തുറമുഖ വകുപ്പ് മന്ത്രി. 96-2001 കാലഘട്ടം. BOT വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകുന്നു. ഹൈദരാബാദിലുള്ള കുമാർ ഏജൻസിയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടതിൻ്റെ തുടർന്നുള്ള പഠന സാധ്യതയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു നയനാർ സർക്കാരിൻ്റെ കാലത്ത്. അതിനുശേഷം 2001 AK ആന്റണി സർക്കാർ നിലവിൽ വരുമ്പോൾ അപ്പോഴും എം വി രാഘവൻ തന്നെയാണ് തുറമുഖ വകുപ്പ് മന്ത്രി. പദ്ധതി കൂടുതൽ സ്വപ്നങ്ങളിലേക്ക് പോകുന്നു. ആഗോള ടെൻഡർ വിളിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ടെൻഡർ ലഭിച്ചത് സൂം എന്ന് പറയുന്ന സൂം കൺസോർഷ്യം എന്ന് പറയുന്ന കമ്പനിക്കാണ്. ഓർമ്മിക്കണം, ആ സമയത്ത് AK ആന്റണി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയും തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു. അങ്ങനെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന AK ആന്റണി എം വി രാഘവൻ കൊണ്ടുവന്ന സൂം എന്ന് പറയുന്ന കൺസോർഷ്യത്തിന് ചൈനീസ് ബന്ധം ആരോപിച്ച് മിലിറ്ററി ക്ലിയറൻസ് കൊടുക്കുന്നില്ല. അങ്ങനെ പദ്ധതി വീണ്ടും തുലാസിലാവുന്നു. സൂം കൺസോർഷ്യം എന്ന കമ്പനിക്ക് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എന്നാൽ അതേസമയം അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം വരുന്നത് VS അച്യുതാനന്ദൻ സർക്കാരാണ്. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ V വിജയകുമാറാണ്. അന്ന് വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള M വിജയകുമാറാണ്. അന്ന് ഈ തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. 2010 ഒക്ടോബറിൽ തന്നെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നു. ലാൻഡ് ലോഡ് മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനമുണ്ടാവുന്നു. പുതിയ ആഗോള ടെൻഡറിന് ശ്രമം നടക്കുന്നു. ഓർമ്മിക്കണം, ഈ ടെൻഡർ സമയത്താണ് 40ഓളം ടെൻഡർ കമ്പനികൾ ഇതിൽ പങ്കെടുക്കുകയും ടെൻഡർ സമർപ്പിക്കുകയും ചെയ്തു. അതിൽ നെഗറ്റീവ് ടെൻഡർ സമർപ്പിച്ച് 115 കോടി സർക്കാരിന് കൊടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വന്ന ലാൻകോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന കമ്പനി തയ്യാറാവുന്നു. പക്ഷേ പിന്നീട് അതിൽ തന്നെ ടെൻഡർ സമർപ്പിച്ച സൂം കൺസോർഷ്യം അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. അങ്ങനെ നൂലാമാലകളിൽപ്പെട്ട് ഉഴലുന്ന സമയം ഉമ്മൻചാണ്ടി സർക്കാർ പിന്നീട് അധികാരത്തിൽ വരുന്നു. 2011 ആകുമ്പോൾ അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി K ബാബു വീണ്ടും ആഗോള ടെൻഡറിന് ശ്രമം നടക്കുന്നു. പക്ഷേ ടെൻഡർ ആരും ഏറ്റെടുക്കുന്നില്ല. ടെൻഡർ ഏറ്റെടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഒടുവിൽ KV തോമസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദാനി ഗ്രൂപ്പുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തുന്നു. 2015 ഓഗസ്റ്റ് 17 കരാറിൽ ഒപ്പുവയ്ക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനുശേഷം ഒപ്പുവയ്ക്കുന്നു. പിന്നീട് ഡിസംബർ 5 തറക്കല്ലിടുകയും ചെയ്തു. ഇതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ അപ്പോഴും തറക്കല്ലിടിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന ഒരു തുറമുഖ വികസനത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നത് 2016 അധികാരത്തിൽ വരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ 9 വർഷത്തിൻ്റെ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. 3 പ്രധാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രിമാരുടെ പേര് നമുക്ക് പറയണം. രാമചന്ദ്രൻ കടന്നപ്പള്ളി, അഹമ്മദ് തേവർകോവിൽ, അതേപോലെ VN വാസവൻ. മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയുമായി ചർച്ച നടത്തുന്നു. പദ്ധതിയുമായി അതിവേഗം മുന്നോട്ട് പോകാൻ തീരുമാനമുണ്ടാവുന്നു. അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുന്നു. ഓഖി ഉണ്ടാവുന്നു, പ്രളയങ്ങൾ ഉണ്ടാവുന്നു, കോവിഡ് ഉണ്ടാവുന്നു. ഈ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് അതിവേഗം ആ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പാറയുടെ പ്രശ്നം വരുന്നു. ഇതിൽ പുലിമുട്ട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പാറ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. ആ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വരെ പാറ എത്തിക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പദ്ധതി അതിവേഗം മുന്നോട്ട് പോവുകയും ആ പദ്ധതി ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പദ്ധതിയുടെ പിതൃത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അങ്ങ് കെ കരുണാകരൻ്റെ കാലം മുതൽ ഇങ്ങ് പിണറായി വിജയൻ്റെ കാലം വരെയുള്ള എല്ലാ മന്ത്രിസഭകളും എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ തുറമുഖ വകുപ്പ് മന്ത്രിമാരും വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും
കൊണ്ടുപോകാൻ ചെറുതും വലുതുമായ രീതിയിൽ തങ്ങളുടേതായിട്ടുള്ള സ്വാധീനവും സഹായവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പിതൃത്വം ആരിലേക്കും ഒരാൾക്ക് മാത്രമായി ചുരുക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രെഡിറ്റ് ഈ നാടിന് അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് ഉപസംഹരിക്കാം.